അമേരിക്ക എങ്ങനെ കംബോഡിയ തകർത്തു? 1970-ലെ അട്ടിമറിയുടെ രഹസ്യങ്ങൾ. വിയറ്റ്നാം യുദ്ധത്തെക്കുറിച്ച് നമ്മൾ പലരും കേട്ടിട്ടുണ്ടാകും. എന്നാൽ ആ യുദ്ധത്തിന്റെ കനലുകൾ തൊട്ടടുത്തുള്ള ശാന്തമായ ഒരു രാജ്യത്തെ എങ്ങനെ ചാമ്പലാക്കിയെന്ന് നിങ്ങൾക്കറിയാമോ? കംബോഡിയ, സമാധാനപ്രിയരുടെ നാട് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഈ രാജ്യം എങ്ങനെയാണ് രക്തരൂഷിതമായ ആഭ്യന്തര യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടത്? ഇതിനു പിന്നിൽ ലോകശക്തിയായ അമേരിക്കയുടെയും സിഐയുടെയും പങ്കെന്തായിരുന്നു? 1960-കളിൽ കംബോഡിയ ഭരിച്ചിരുന്നത് പ്രിൻസ് നൊറോഡാം സിഹാനുക് ആയിരുന്നു. വിയറ്റ്നാം യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴും കംബോഡിയയെ ഒരു നിഷ്പക്ഷ രാജ്യമായി നിലനിർത്താനായിരുന്നു അദ്ദേഹം ശ്രമിച്ചിരുന്നത്. എന്നാൽ ഇത് അമേരിക്കയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നില്ല. കാരണം വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് പടയാളികൾ കംബോഡിയൻ അതിർത്തികൾ ഒളിത്താവളമായി ഉപയോഗിക്കുന്നുണ്ടെന്ന് അമേരിക്ക വിശ്വസിച്ചിരുന്നു. അന്നത്തെ US പ്രസിഡന്റ് റിച്ചാർഡ് നിക്സണും ഹെൻറി കിസിഞ്ചറും ചേർന്ന് ഒരു രഹസ്യ നീക്കം നടത്തി. ഓപ്പറേഷൻ മെനു. കംബോഡിയയുടെ അനുവാദമില്ലാതെ അവർ രാജ്യത്ത് ബോംബുകൾ വർഷിച്ചു. ദശലക്ഷക്കണക്കിന് സ്ഫോടക വസ്തുക്കളാണ് കംബോഡിയൻ മണ്ണിൽ പതിച്ചത്. President Nixon authorized Operation Breakfast, the first US B-52 bombing of suspected communist camps in neutral Cambodia. ഇത് രാജ്യത്തെ അസ്ഥിരപ്പെടുത്തി. ജനങ്ങൾക്കിടയിൽ ഭരണകൂടത്തുള്ള അമർഷം വർദ്ധിപ്പിച്ചു. 1970 മാർച്ച് 18 പ്രിൻസ് സിഹാനുക് വിദേശ സന്ദർശനത്തിലായിരുന്ന സമയം. അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ജനറൽ ലോൺ നോൾ പട്ടാള അട്ടിമറിയിലൂടെ ഭരണം പിടിച്ചെടുത്ത് സിഹാനുക്കിനെ പുറത്താക്കുന്നു. ഈ അട്ടിമറിക്ക് പിന്നിൽ CIA-യുടെ കൃത്യമായ സഹായവും പിന്തുണയും ഉണ്ടായിരുന്നുവെന്ന് ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നു. എന്തുകൊണ്ടായിരുന്നു അമേരിക്ക ലോൺ നോളിനെ പിന്തുണച്ചത്? ഉത്തരം ലളിതം. സിഹാനുക്കിനെ പോലെ ആയിരുന്നില്ല ലോൺ നോൾ. അദ്ദേഹം അമേരിക്കയോട് ആഭിമുഖ്യമുള്ള ആളായിരുന്നു. അധികാരത്തിൽ വന്നയുടൻ തന്നെ വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റുകാരെ കംബോഡിയയിൽ നിന്ന് പുറത്താക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു. ഇത് അമേരിക്കയ്ക്ക് യുദ്ധത്തിൽ വലിയ ഗുണമാകുമെന്ന് അവർ കരുതി. പക്ഷേ ഈ അട്ടിമറി കംബോഡിയയ്ക്ക് നൽകിയത് വലിയ ദുരന്തമായിരുന്നു. പുറത്താക്കപ്പെട്ട സിഹാനുക് തന്റെ ശത്രുക്കളായിരുന്ന ഖമർ റൂഷ് എന്ന തീവ്ര കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുമായി കൈകോർക്കുന്നു. അങ്ങനെ അമേരിക്കൻ വിരുദ്ധത ആയുധമാക്കിയ ഖമർ റൂഷ് ശക്തി പ്രാപിക്കുന്നു. ഒടുവിൽ 1975-ൽ അവർ രാജ്യത്തിന്റെ അധികാരം പിടിച്ചെടുക്കുകയും ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട കംബോഡിയൻ വംശീയതയിലേക്ക് അത് നയിക്കുകയും ചെയ്തു. അമേരിക്കയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഒരു രാജ്യത്തിന്റെ സമാധാനത്തെ എങ്ങനെ തകർക്കുമെന്നതിന് കംബോഡിയ ഒരു ഉദാഹരണമാണ്. ഒരു അട്ടിമറി ഒരു രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തത്തിലേക്കാണ് അവരെ നയിച്ചത്.